നമ്മൾ ഇന്നലെ പറഞ്ഞു ചിലപ്പോൾ ജർമ്മനിയോട് ക്യൂറസോവ കളിച്ച പോലെ ആയിരിക്കും ഈ സ്പെയിനിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണ്ടായി. പക്ഷെ എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം ഇവിടെ കേരളത്തിലെ ഒരുപാട് സ്പാനിഷ് പ്രേമികളെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൽ മൊസിഞ്ഞ എന്നുള്ള ഒരു വലിയ ഗോൾ കീപ്പർ ഭയങ്കരമായിട്ട് ഒരു താരോദയം പോലെ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ എല്ലാ ഫേസ്ബുക്കിലും എല്ലാ സ്ഥലത്തും അത് ഭയങ്കരമായിട്ട് ആ ഗോൾ കീപ്പറെ പറ്റിയാണ് പറയുന്നത്. അപ്പം ആ കളിയും ഗോൾ കീപ്പറും എങ്ങനെയാണ് ദിലീപ് അതിനെ വിലയിരുത്തുന്നത്? കളി വിലയിരുത്തുന്നത് ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിൽ 60 കൊല്ലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു അപ്സെറ്റ് വരുന്നത്. 66 പാക് ഡുവിക്കിന്റെ ഗോള് നോർത്ത് കൊറിയ ഇറ്റലിയെ പുറത്താക്കി. അതിനുശേഷം ഇതേപോലെയായിരുന്നു. ആരും ഈ ടീമിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല, ആരാന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അതുപോലത്തെ ഒരു റിസൾട്ടാണ് ഇത് ശരിക്കും. ഞാൻ ഇന്നലെ എൻ്റെ ആഫ്രിക്കയിലത്തെ ചില ഫ്രണ്ട്സിനോട് സംസാരിക്കായിരുന്നു. അവർ പറഞ്ഞു പണ്ടത്തെ അപ്സെറ്റ് എന്ന് നമ്മൾ കാണുന്ന റിസൾട്ട് ആഫ്രിക്കയ്ക്ക് അത് അപ്സെറ്റ് ആയിരുന്നില്ല. ഇപ്പൊ ക്യാമറൂൺ 90 അർജന്റീനയെ തോൽപ്പിക്കുന്നു. പക്ഷെ ക്യാമറൂൺ 84 88 ആഫ്കോൺ ചാമ്പ്യൻസ് ആയിരുന്നു. റോജർ മില്ല 76 ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആണ്. അപ്പൊ അവർക്ക് അതൊരു അതിശയമായിരുന്നില്ല. അതേപോലെ അൾജീരിയ 82 വെസ്റ്റ് ജർമ്മനിയെ തോൽപ്പിക്കുമ്പോൾ ആ ടീമിലുണ്ടായിരുന്ന റബ മാഡ്ജർ യൂറോപ്യൻ കപ്പ് ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുള്ള കളിക്കാരൻ. അപ്പൊ ഇതൊക്കെ പേരുകേട്ട കളിക്കാരുള്ള ടീംസ് ആയിരുന്നു. ഇതിൽ ഒരൊറ്റ കളിക്കാരനെ പോലും ആർക്കും അറിയ പോലും ഇല്ല. അവിടുത്തെ ക്ലബ്സ് എന്താണെന്ന് അറിയില്ല. അവരുടെ നാഷണൽ ടീം ഇതിനു മുമ്പ് ആഫ്കോൺ ക്വാർട്ടർ ഫൈനൽ വരെ മറികടന്നിട്ടില്ല. ഇന്നലെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു, കാരണം നൈജീരിയ വീട്ടിലെത്തിയിട്ട് വന്ന ടീമാണ് നൈജീരിയ. പിന്നെ ക്യാമറൂണിനെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾക്കിപ്പോ ഇന്നലെ കാണാൻ പറ്റിയത് എന്ന് വെച്ചാൽ അവരുടെ ഡിഫൻസ് ഞാൻ അവസാന മിനിറ്റിൽ വരെ നോക്കായിരുന്നു. സ്പെയിൻ മുന്നേറുമ്പോ ആ 2 ബാങ്ക്സ് 4 ശരിക്കും പെർഫെക്റ്റ് ആയിരുന്നു. ആ ഡിഫൻസീവ് ഓർഗനൈസേഷൻ അതും ഈ ചൂടില് 90-ാം മിനിറ്റില് അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ശരിക്കും. സാധാരണ ഒരു 50 മിനിറ്റ് ഒക്കെ ഒരു വലിയ ടീമിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഇത് 90-ാം മിനിറ്റിൽ വരെ അവർ അത്രയും ഓർഗനൈസ്ഡ് ആയിരുന്നു. ഈ വൊസിഞ്ഞ എന്നുള്ള ഗോൾ കീപ്പറെ പറ്റി എന്താ കൂടുതലായിട്ട് പറയാൻ പറ്റുക? ഇതേപോലെ ആരും കേട്ടിട്ട് 40 വയസ്സായി. ഞാൻ നോക്കാൻ എവിടെയും ഇത് ഈ ഇംഗ്ലീഷിൽ ജേർണിമാൻ എന്ന് പറയും. എവിടെ ഒരു സ്ഥിരത ഇല്ലാതെ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇയാള് പോർച്ചുഗലിൽ കളിച്ചിട്ടുണ്ട്, മോൾഡോവയെ കളിച്ചിട്ടുണ്ട്, സൈപ്രസ് കളിച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു ലീഗിലും സ്ലോവാക്യ, ഇങ്ങനെ 4 ലീഗിലൊക്കെ കളിച്ച ആരും കേൾക്കാത്തൊരു കളിക്കാരൻ, അത് 40 വയസ്സിൽ. സാധാരണ ഗോൾ കീപ്പേഴ്സ് ഡീനോസോഫ് ലോകകപ്പ് ജയിച്ചിട്ടുണ്ട് 40-ാം വയസ്സിൽ. പക്ഷെ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കാറില്ല. അതും ഇത്രയും അത്ലറ്റിക് ആയിട്ടുള്ള സേവ്സ്. അത് 1-2 ശരിക്കും അത് മീം വരെ ആയിക്കഴിഞ്ഞു. ആര് പുറകിലേക്ക് ചാടി ബോള് തട്ടി മാറ്റുന്നത്. ഈ സ്പെയിനിന്റെ ഒരു ഫെയിലിയർ എന്തായിരുന്നു? കാരണം സ്പെയിൻ അവസാനമൊക്കെ വളരെ ലോങ് ഷോട്ടുകളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നല്ലോ. സ്പെയിനിന്റെ ഫെയിലിയർ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ച കാര്യം തന്നെ. ഒരു ശരിക്കുള്ള ഒരു നമ്പർ 9 ഇല്ല. ഇതിപ്പോ വേറെ ഏതെങ്കിലും ഒരു ടീമായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന് ഹാരി കെയ്ൻ ഉണ്ട്, പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, അർജന്റീനയ്ക്ക് മെസ്സി, ലൗട്ടാറോ മാർട്ടിനസ്, അങ്ങനത്തെ കളിക്കാരുണ്ട്. ഇവർക്കൊക്കെ ആ ഇന്നലത്തെ ക്വാളിറ്റി ഓഫ് ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ സ്പെയിനിന് 8 ഷോട്ട് ഔട്ട് ആയിരുന്നു ഓൺ ടാർഗറ്റ്, ആകെപ്പാട് 27 ഷോട്ട് ഔട്ട്. പക്ഷെ ഇതില് എന്താ പറയുക, ഒരു ക്ലിയർ കട്ട് ചാൻസ് എന്ന് പറയുന്നത് ഈ XG-ലൊക്കെ വരുന്ന ചാൻസസ് വളരെ കുറവായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് അതൊരു ശരിക്കുള്ള ഒരു നമ്പർ 9 ഇല്ല. അത് ഈ ഷോട്ട് എടുക്കുന്നതിൽ മാത്രമല്ല. ഇപ്പൊ ഒരു ഹാരി കെയ്ന്റെ കളിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാരി കെയ്നിന് മിഡ്ഫീൽഡറുടെ അടുത്ത് ബോൾ കിട്ടുമ്പോഴേക്കും എവിടെ എത്തണം എന്ന് കൃത്യമായിട്ട് അറിയാം. ആ മിഡ്ഫീൽഡറുടെ അടുത്ത് ബോൾ എത്തുമ്പോഴേക്കും ഹാരി കെയ്ന്റെ ഓട്ടം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ ടീമിനത് എളുപ്പമാണ്, അവർക്കറിയാം ഏത് ബോളാ കളിക്കേണ്ടത്. അതേപോലെ അർജന്റീനയുടെ കാര്യത്തിലൊക്കെ ആൽവറസ് ആയാലും ലൗട്ടാറോ മാർട്ടിനസ് ആയാലും ഒക്കെ ഇവർക്ക് അങ്ങനത്തെ ഒരു കളിക്കാരനില്ല. അതൊരു ലോകകപ്പ് ജയിക്കണമെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇന്നലത്തെ കളികളിലൊക്കെ തന്നെ ഡ്രോ ആണല്ലോ, എല്ലാം സമനില പിടിച്ച കളികളാണ്. അതിനകത്ത് ഈജിപ്തിന് ആദ്യത്തെ ഒരു
സ്കോർ ഉണ്ടാകുന്ന പോലും ഇല്ലാതാവുന്ന രീതിയിൽ തിരിച്ചു വരികയും ചെയ്തു ബെൽജിയം. അതെ. അപ്പം ഈ കളികളിലൊക്കെ ഇപ്പൊ ഒരു പൊതു പാറ്റേൺ കാണുന്നത്, നമ്മൾ വിചാരിക്കുന്ന വലിയ ടീമുകളൊക്കെ അത്ര ഗംഭീരമായ രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് ഇതുവരെയുള്ള കളികൾ വെച്ച് നോക്കിയാൽ പറയാൻ പറ്റില്ല. അതെന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ, അല്ല ഒരു എനിക്ക് സ്വാഭാവിക ഏറ്റവും സന്തോഷം വന്നിട്ടുള്ള ഒരു കാര്യം, ഒരുവിധം എല്ലാ ടീംസും പോസിറ്റീവ് ഫുട്ബോൾ കളിക്കാൻ നോക്കി. ഇപ്പൊ ഈജിപ്തിനെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് വലിയൊരു പേടി ആ ഒരു കിറോഷ് ബോൾ കളിക്കുമെന്നായിരുന്നു. ആ നെഗറ്റീവ് ഒരു കാണാൻ പറ്റാത്തൊരു കളിയാണ് ശരിക്കും. പ്രത്യേകിച്ച് അവർക്ക് ഇത്രയും മികച്ച കളിക്കാർ മുൻനിരയിൽ ഉള്ളപ്പോ ഒരിക്കലും അങ്ങനെ കളിക്കാൻ പാടില്ല. അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾ കളിക്കണം. ഇന്നലെ ഈജിപ്ത് അത് ചെയ്തു. അവര് ശരിക്കും ബെൽജിയമിനെ മാച്ച് ചെയ്യുകയും ചെയ്തു. ജയിക്കാനുള്ള ചാൻസസ് വരെ ഉണ്ടായിരുന്നു, രണ്ട് ടീമിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നല്ലൊരു കളിയായി. നേരെ തിരിച്ചിപ്പോ 90 മിനിറ്റ് ഈജിപ്ത് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുകയായിരുന്നെങ്കിൽ അത് കാണാൻ പറ്റാത്തൊരു കളിയായി മാറുകയായിരുന്നു. അതിനകത്ത് അവസാനം ലുക്കാക്കു ആണല്ലോ അതിനകത്ത് പ്ലെയർ ഓഫ് ദ മാച്ച്. ലുക്കാക്കു, അത് സ്പെയിനിന്റെ പ്രശ്നം എന്താന്ന് നിങ്ങൾ ചോദിച്ചില്ല, ഇതാണ്. അങ്ങനത്തെ ഒരൊറ്റ കളിക്കാരനുണ്ടെങ്കിൽ ഒരു നിമിഷം മതി കളി മാറാൻ. അത് രണ്ട് ഡിഫൻഡേഴ്സ് ആണ് ആ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അവര് ഈ ബോളിംഗ് ബോള് സ്കിറ്റിൽസിനെ തട്ടിയിടുന്ന പോലെ ലുക്കാക്കു നടുക്ക് കൂടി പോയി. അത് ഫൈനൽ ടച്ച് ഡിഫൻഡർക്കാ കിട്ടിയത്, പക്ഷെ അത് ലുക്കാക്കുവിന്റെ ഗോളാണ്. ആ റൺ കാരനാണ് ഗോള് വരുന്നത്. അപ്പൊ ഒരു നമ്പർ 9 ആ റൺസ് ഉണ്ടാക്കാൻ പറ്റണം. ഈ ഇറാന്റെ കളി, ഇറാൻ ന്യൂസിലാൻഡ്, നമ്മൾ ഇന്നലെ പറയണ്ടായി. കാരണം വെച്ചാൽ അതിനകത്ത് എന്തായിരിക്കും അതിന് പുറത്തുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചാൻഡിങ് ഒക്കെ എന്നുള്ളത്. പക്ഷെ രണ്ട് തരത്തിലും വന്നു. ഒന്ന് ഇറാൻ അനുകൂലമായിട്ടുള്ള ചാൻഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ഇറാൻ ഈ പറഞ്ഞ ഒരു റഷയും അല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഇതുണ്ടായി. എന്തായാലും ഇറാനും ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്താ വെച്ചാൽ തിരിച്ചു വന്നുള്ള കളി, ജപ്പാൻ കളിച്ച പോലെ തിരിച്ചു വന്നിട്ടുള്ള കളി, അതിൽ കൂടി ഒരു വലിയൊരു കോൺഫിഡൻസ് ഉള്ള ടീമായിട്ട് തോന്നുന്നുണ്ടോ? ടെഹ്റാഞ്ചലിസ് എന്നാണ് ലോസ് ആഞ്ചലസിന് അവിടുത്തെ ഇറാനിയൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുള്ള പേര്. അത്രയധികം ആൾക്കാർ 79-ന് ശേഷം അഭയം തേടി വന്ന് സെറ്റിൽ ചെയ്തൊരു നഗരമാണ്. അതിൽ നിങ്ങൾ പറഞ്ഞ രണ്ട് സൈഡ് എന്താണെന്ന്, അവര് കളിക്കാരെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഇറാനിയൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും സ്റ്റാൻസിൽ ഉണ്ടാവും. പിന്നെ കളിയുടെ കാര്യം പറഞ്ഞ ആദ്യം ഞാൻ സ്പെയിനിന്റെ ഇതിലേക്ക് വരും. ന്യൂസിലൻഡിന്റെ 2 ഗോളും അടിച്ചത് ഇലൈജ ജസ്റ്റ് ആണ്, പക്ഷെ 2 ഗോളും ക്രിസ് വുഡിന്റെ ഗോളാണ്. ക്രിസ് വുഡ് ശരിക്കും ഒരു നമ്പർ 9 ആണ്. നമ്പർ 9 എന്ന് പറഞ്ഞാൽ ആ പൊസിഷനിൽ എത്തി ആ ബോൾ ഹോൾഡ് അപ്പ് ചെയ്യും. തനിക്ക് ഷോട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ സപ്പോർട്ട് ചെയ്യണ വരുന്ന കളിക്കാരന് പാസ് കൊടുക്കും. അപ്പൊ അങ്ങനെ ന്യൂസിലൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടീമല്ല. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ലൊരു ഫിസിക്കൽ ടീമാണ്. പക്ഷെ ഇറാനും നന്നായി കളിച്ചു. ഇതും നല്ല കളിയായിരുന്നു. എന്താ വെച്ചാൽ രണ്ട് ടീമുകളും ജയിക്കാൻ വേണ്ടി കളിക്കേണ്ടത്, അല്ലാതെ 90 മിനിറ്റ് ആയി എങ്ങനെയെങ്കിലും ഗോള് വഴങ്ങാതെ രക്ഷപ്പെടാൻ നോക്കാന്നുള്ള ഒരു അപ്രോച്ച് കൂടി അല്ല കളിക്ക് വരുന്നത്. ഈ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ, സ്ട്രെസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറാനെ പറ്റി നമ്മൾ അങ്ങനെ ഒരു അതും കൂടിയാണ് പറഞ്ഞത്. അതിന്റെ പൊളിറ്റിക്കൽ അവസ്ഥയിൽ ഇറാൻ നന്നായി കളിച്ചു എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. രണ്ട് ടീമും ന്യൂസിലൻഡും അത്ര തന്നെ നന്നായി കളിച്ചു. ഇറാൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരത്രയും നല്ല കളിക്കാരുള്ള ഒരു ടീം. അതിപ്പോ ഇന്നൊന്നും തുടങ്ങിയതല്ല, 50 കൊല്ലമായിട്ട് ഇറാനിന് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ളതാണ്. പിന്നെ അത്രയും പാഷനറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഫുട്ബോളിനെ പറ്റി. ആസാദി സ്റ്റേഡിയത്തില് റെക്കോർഡ് ക്രൗഡ് ഏകദേശം 1,30,000 ആൾക്കാരെ പറ്റിയാണ്. അപ്പൊ അത് എല്ലാ മാച്ചിനും അവർക്ക് കിട്ടുമായിരുന്നു ഈ യുദ്ധത്തിനൊക്കെ മുമ്പ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫുട്ബോൾ കൾച്ചർ ഉള്ള രാജ്യമാണ് ശരിക്കും. ഈ ഉറുഗ്വേ സൗദി അറേബ്യ മത്സരം എന്ന് പറയുന്നത് ശരിക്കും അർജന്റീന മത്സരം പോലെയൊക്കെ ആയി പോകേണ്ട ഒരു സംഗതിയായിരുന്നു. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചത് സൗദി അറേബ്യക്ക് അത്രയും ഒരു മേൽക്കോയ്മയുള്ള ഒരു കളിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഉറുഗ്വേ തിരിച്ചു വരികയും ചെയ്തു. ഇതും ഗോൾ കീപ്പറുടെ കഥ തന്നെയായിരുന്നു. ഈ അലോവേസ് ഇപ്പൊ കളിക്കുന്നത്, മുമ്പ് അൽ ഹിലാലിനും അൽ അഹ്ലിക്കൊക്കെ കളിച്ച് ഗോൾ കീപ്പർ ഇപ്പൊ 34-ാം വയസ്സിൽ 2ാം ഡിവിഷന് കളിക്കുക. ആ ക്ലബിന്റെ പേര് പോലും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ എന്നിട്ടും ഈ അവസാന നിമിഷങ്ങളിൽ ഒരു സേവ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഗോൾ കീപ്പറായി കളിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചാടി തെറിപ്പിക്കുന്ന സേവ്സ് ഒക്കെ അവർ TV സേവ്സ് എന്നാ പറയാ. അത് ശരിക്കും എളുപ്പമാണ്. എന്ന് വെച്ചാൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ഏറ്റവും ബുദ്ധിമുട്ട് സേവ് ചെയ്യാൻ ഈ ഗ്രൗണ്ടിൽ കൂടി വരുന്ന ഷോട്ട്. എന്ന് വെച്ചാൽ അത് പലപ്പോഴും ഈ ബോക്സിൽ നിറയെ കളിക്കാരാണെങ്കിൽ നമ്മൾ അവസാന നിമിഷത്തിലെ ബോൾ കാണുള്ളൂ.
ഇന്നലെ അതുപോലെ എനിക്ക് തോന്നുന്നു വാൽവേർഡിന്റെ ഷോട്ട് ആവുന്ന ഏകദേശം 90 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു, കളി തീരുമാനമാവുന്ന സമയം. അത് എന്നിട്ട് ഡൈവ് ചെയ്ത പോസ്റ്റിലേക്ക് പോവായിരുന്നു ബോൾ, അത് തട്ടി തെറിപ്പിച്ചു വന്നിട്ട്. അത് ഭയങ്കര ഒരു ഗോൾ കീപ്പിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഈ 4 കളികളും ശരിക്കും നല്ല കളികളായിരുന്നില്ലേ ഇന്നലത്തെ? എങ്ങനെയാണ് ദിലീപ് തന്നെ ഒരു പൊതുവെ ഒരു അതായത് ആകപ്പാട് കളിയുടെ നിലവാരം കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. പലപ്പോഴും ലോകകപ്പിൽ പറ്റിയിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ ടീംസ് നെഗറ്റീവായിട്ട് വന്ന് കളിക്കും. ഇത് ചൂട് കാരണമാണോ എന്ന് അറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 90 മിനിറ്റ് ഈ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ജയിക്കാൻ നോക്കാന്നുള്ള ഒരു ഇതിൽ പോവായിരിക്കും പല ടീമുകളും. പക്ഷെ ഇപ്പൊ ഏകദേശം എല്ലാ ടീമിലും ഇതേപോലെ ഒരു കളി മാറ്റാനുള്ള 1-2 കളിക്കാരുണ്ട്. അപ്പൊ അതിപ്പോ സൗദി ആയാലും ന്യൂസിലൻഡ് ആയാലും ഇവർക്കൊക്കെ അങ്ങനത്തെ 1-2 കളിക്കാരുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസും കൂടി ഉണ്ട് ടീംസ്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന എന്നൊക്കെ പറയാവുന്ന കളി നടക്കാൻ പോകുന്നത് രാവിലെയാണ്, അർജന്റീന. പിന്നെയുള്ളത് ഫ്രാൻസ് സെനഗൽ. ഇതിനകത്ത് നമുക്ക് ഒന്നും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ ഒരു ചെറിയ കളിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് എനിക്ക് തോന്നുന്ന അർജന്റീന അൾജീരിയ കളി വെച്ച് തുടങ്ങാൻ തോന്നും. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് കൃത്യമായിട്ടും അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു മേൽക്കോയ്മ ഉണ്ടെന്ന് ദിലീപ് പറയൂ? ഇപ്പോഴത്തെ ഫോം വെച്ചിട്ട് ഒരു സൗത്ത് അമേരിക്കൻ ക്വാളിഫയിങ്ങിൽ വളരെ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്ത ഒരു ടീമാണ്. പിന്നെ കുറെ മികച്ച കളിക്കാരുണ്ട് പൊതുവെ. പക്ഷെ ആഫ്രിക്കൻ ടീംസിനെതിരെ അർജന്റീന പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാമറൂൺ കാലം തൊട്ട് നൈജീരിയക്കെതിരെ വളരെ ടഫായിരുന്നു 94-ല്. ആ ഫിസിക്കൽ അപ്രോച്ച്. പക്ഷെ ഇവിടെ ആ ഫിസിക്കൽ അപ്രോച്ച് അത്ര ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അൾജീരിയ വളരെ ടെക്നിക്കൽ ടീമാണ്. വെസ്റ്റ് ആഫ്രിക്കൻ ടീംസിനെ പോലെയല്ല. അവരുടെ കുറെ കൂടി പാസിങ്ങും മൂവ്മെന്റും സ്കില്ലും ബേസ് ചെയ്തിട്ടുള്ള ഒരു കളിയാണ്. പക്ഷെ അത് തന്നെയാണ് അവരുടെ പ്രശ്നം. ഇപ്പൊ ആഫ്രിക്കയിൽ ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീം അൾജീരിയ ആണെന്ന് പലരും പറയും. പക്ഷെ ഈ ആഫ്കോണിന്റെ ഒക്കെ ഫൈനൽ റൗണ്ട്സ് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ടീം അവരെ തട്ടിമാറ്റും. കഴിഞ്ഞ തവണ നൈജീരിയ ആയിരുന്നു. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ റിയാദ് മാറസ് 10 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ പ്ലെയർ ഓഫ് ദ ഇയർ ഒക്കെ ആയിരുന്നു ലെസ്റ്റർ സിറ്റി ടൈറ്റിൽ നേടിയപ്പോൾ. അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ അനേക ട്രോഫികൾ നേടിയിട്ടാണ് സൗദിയിലേക്ക് പോയത്. പക്ഷെ ഇപ്പൊ 35-ാം വയസ്സിൽ മാറസിന് 90 മിനിറ്റ് കളിക്കാൻ വയ്യ. ഇപ്പൊ ആഫ്കോണിലായാലും ക്വാളിഫയിങ് മാച്ചസിലായാലും ഒക്കെ 60 മിനിറ്റ് കഴിഞ്ഞാൽ പെറ്റ്കോവിച്ച് മാറ്റുമായിരുന്നു. അപ്പൊ അതൊരു ചെറിയൊരു പ്രശ്നമാണ്. ആ ക്രിയേറ്റീവ് ഇത് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് ഇപ്പോഴും മാറസാണ്. പക്ഷെ എന്നാലും വേറെ അനേക നല്ല കളിക്കാരുണ്ട്. ഇപ്പൊ റയൻ ഏറ്റ്നൂറൊക്കെ ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫുൾ ബാക്ക് ആണ്. പിന്നെ ഇപ്പൊ വലിയ ശ്രദ്ധയുള്ളത് സിഡാന്റെ മകൻ ഗോൾ കീപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ടീമാണ് അൾജീരിയ. പക്ഷെ ബാക്കി ആഫ്രിക്കൻ ടീംസിനെ അപേക്ഷിച്ച് ഇപ്പൊ സെനഗൽ ആയാലും ഐവറി കോസ്റ്റ് ആയാലും ആ ഒരു ഫിസിക്കൽ എഡ്ജ് ഇല്ല. അർജന്റീന പുഷ് ചെയ്യണമെങ്കിൽ ശരിക്കും അത് ആവശ്യമാണ്. ഈ നമ്മളിപ്പം ഇവിടെയുള്ള എല്ലാ ആരവങ്ങളിലും മെസ്സിയാണ്. അപ്പൊ നമ്മൾ ഈ കളിയിൽ മെസ്സി ആദ്യത്തെ കളിയിൽ തന്നെ ഇറങ്ങുമോ അതോ ഇറങ്ങിയാൽ എന്തായിരിക്കും എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. മെസ്സി ഗ്രൂപ്പ് സ്റ്റേജിൽ മുഴുവൻ ഇപ്പൊ വലിയ ടീം ആ ഗ്രൂപ്പിൽ ഓസ്ട്രിയയാണ്, പേടിക്കേണ്ട ടീം ഓസ്ട്രിയയാണ്. പിന്നെ അൾജീരിയയും ജോർദനുമാണ്. ഈ 2 കളിയിലും 90 മിനിറ്റ് മെസ്സി കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കളിക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അതിന് അവർക്ക് അത്രയും നല്ല കളിക്കാരുണ്ട് മുൻനിരയിൽ കളിക്കാൻ. അപ്പോ പ്രത്യേകിച്ച് ഇത്രയും നീണ്ടൊരു കോമ്പറ്റീഷൻ ആവുമ്പോൾ ഇങ്ങനത്തെ കളിക്കാരെ കുറച്ചൊന്ന് നേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ലത്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല 90 മിനിറ്റ് അൾജീരിയക്കെതിരെ കളിക്കുന്നു. പക്ഷെ ഇനി ആദ്യത്തെ കളി ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി കളിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം അവസാനം എപ്പോഴെങ്കിലും അല്ലേ? അതെ. പിന്നെ മെസ്സിയുടെ കളി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ലോകകപ്പിൽ ആരോ തമാശ പറയുണ്ടായിരുന്നു, മെസ്സി അവിടെ ഉണ്ട്, കാല് റോഡ്രിഗോ ഡിപ്പോളാണ്, മെസ്സിക്ക് വേണ്ടി ഓടേണ്ടത് മുഴുവൻ ഡിപ്പോളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ശൈലി തന്നെയാണ് അർജന്റീന കളിക്കാൻ. മെസ്സി മിനിമം എനർജിയും മാക്സിമം ഇമ്പാക്റ്റും കിട്ടാൻ തക്കവണ്ണമുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ഇതിൽ ഏറ്റവും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കളിയാണ് ഫ്രാൻസും സെനഗലും തമ്മിൽ നടക്കാൻ. അതാണ് ആദ്യത്തെ കളി. അപ്പൊ അതിനകത്ത് സെനഗലിനാണെങ്കിൽ പിന്നെ മൊറോക്കോ തട്ടിയെടുത്ത ആഫ്രിക്കൻ കപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വാശിയോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. ഫ്രാൻസ് ആണെങ്കിൽ വളരെ സെറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഇതിന്റെ ഒരു റിവ്യൂ എങ്ങനെയായിരിക്കും?
ഫ്രാൻസിനും ഈ വാം അപ്പ് മാച്ചിൽ അവർ ഐവറി കോസ്റ്റിനോട് തോറ്റു. തോറ്റു. ഇതേപോലെ ഫിസിക്കൽ ടീംസ് ആയിട്ട് എപ്പോഴും ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഫ്രാൻസിനെ മാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടീമാണ് സെനഗൽ. സെനഗൽ കഴിഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ ഇംഗ്ലണ്ടിനെ നല്ല രീതിയിൽ തോൽപ്പിക്കുകയും ചെയ്തു 3-1. അപ്പൊ അങ്ങനത്തെ ഒരു ടീം എല്ലാം ഉണ്ട്, പേസ് ഉണ്ട്, പവർ ഉണ്ട്, ഒക്കെ ഉള്ളൊരു എല്ലാം തികഞ്ഞ ഒരു ഫിസിക്കൽ ടീമാണ്. അപ്പൊ അവര് പ്രത്യേകിച്ച് ഒരു ചൂടുള്ളപ്പോ നടക്കുന്ന ഒരു കളിയും കൂടിയാണെങ്കിൽ അവരുടെ കളിക്കാർ ശരിക്കും ഷൈനി. എന്താ വെച്ചാൽ വെതർ അവർക്കൊരു പ്രശ്നമല്ല, പിന്നെ അവരുടെ ആ ഫിസിക്കൽ സ്ട്രെങ്ത് ശരിക്കും മുന്നോട്ട് വരും ചെയ്യും. അതിപ്പോ ഐവറി കോസ്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കണ്ടു. പിന്നെ ഈ മുൻനിര ഇപ്പൊ സദിയോ മാനെ, പണ്ടത്തെ സദിയോ മാനെ അല്ലെങ്കിൽ ഇപ്പോഴും വളരെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളിക്കാരൻ. പിന്നെ നിക്ലസ് ജാക്സൺ കുറെ പ്രൂവ് ചെയ്യാണ്ട്, ചെൽസിന്ന് ലോണിൽ പോയി ബയൺ മ്യൂണിക്ക് അവിടെ ക്ലിക്ക് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ വാശിയോടുകൂടി കളിക്കാൻ പോണ ഒരു കളിക്കാരനാണ് നിക്ലസ് ജാക്സൺ. പിന്നെ മിഡ്ഫീൽഡില് ലമീൻ കമാറ കുറെ പ്രതീക്ഷയുള്ള ഒരു കളിക്കാരൻ. ബാക്കില് ദിയക്കാറ്റ് നല്ല ഡിഫൻഡറാണ്. കൂലിബാലി കുറെ എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻഡറാണ്. എഡ്വാർഡ് മെൻഡി ഗോൾ കീപ്പർ, പണ്ട് ചെൽസിക്ക് കളിച്ചത്. അപ്പൊ അനുഭവവും നല്ല ചെറുപ്പക്കാരും ഒക്കെ ഉള്ള ഒരു ടീമാണ്. ഇസ്മയിൽ അസാർ ശരിക്കും അങ്ങനത്തെ ഒരു കളിക്കാരൻ. ചില ദിവസം കാണുന്നില്ല, പക്ഷെ സ്വിച്ച് ഓൺ ആവുന്ന ദിവസം ഏതൊരു ഡിഫൻഡർ ആയാലും ഇസ്മയിൽ സാറിനെ തടുക്കാൻ പറ്റില്ല. അതിപ്പോ വാൻഡൈക്ക് ആയാലും ആരായാലും അങ്ങനെ ഒരു അൺസ്റ്റോപ്പബിൾ പ്ലെയർ ആയി മാറും നല്ല ദിവസത്തിൽ. അപ്പൊ അങ്ങനെ ശരിക്കും പേടിക്കേണ്ട ഒരു ടീമാണ് സെനഗൽ. പക്ഷെ ഫ്രാൻസിന്റെ ഈ നമ്മുടെ ഈ മറ്റു തരത്തിലുള്ള ഇപ്പം ലീഗിലും അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള ഒരു വലിയ ടീമാണല്ലോ അത്, അതിനകത്തുള്ള കളിക്കാര്. അപ്പൊ അതിനെന്തായാലും ഒരു മുൻതൂക്കം വരാൻ പോകുന്നത് ബെഞ്ചിൽ നിന്നാണ്. എന്താ വെച്ചാൽ അത്രയും അനേക ഓപ്ഷൻസ് ഉള്ളത് കാരണം. പിന്നെ നമ്മൾ സ്പെയിനിന്റെ കാര്യം പറഞ്ഞപ്പോ അവർക്ക് ഗോൾ അടിക്കാനുള്ള ഒരു നമ്പർ 9 ഇല്ല. ഇതിപ്പോ ഫ്രാൻസിന് ശരിക്കും ഒരു നമ്പർ 9 ഇല്ല. എംബാപ്പെ ഒന്നും അങ്ങനത്തെ ഒരു സെൻട്രൽ സ്ട്രൈക്കറായി കളിച്ചിട്ടുള്ള ആളല്ല. പക്ഷെ ഈ മുൻനിരയിലുള്ള എല്ലാവർക്കും ഒരു ലീഗ് സീസണിൽ 30 ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരാണ്. അപ്പൊ അത് കാരണം ഒരു നമ്പർ 9ന്റെ ആവശ്യമില്ല അവർക്ക്. എന്ന് വെച്ചാൽ എല്ലാവരും ഗോൾ അടിക്കുന്നവരാണ്. ഇപ്പൊ മൈക്കിൾ ഒളീസെ, എംബാപ്പെ, ഡെംബലി ഇവരുടെയൊക്കെ ഗോൾസ് മാത്രല്ല അവരുടെ മൂവ്മെന്റ്, അവര് ബാക്കിയുള്ളവരെ കളിയിലേക്ക് കൊണ്ടുവരുന്നത്, ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അതിൽ അങ്ങനെ നോക്കുമ്പോ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോർവേഡ് ലൈനാണ് ഫ്രാൻസിന്റെ. മറ്റൊരു കളി നോർവേ ഇപ്രാവശ്യത്തെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജപ്പാനെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ കറുത്ത കുതിരകളാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ടീമാണ്. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹാലൻഡും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന നല്ല കളിക്കാരുണ്ട് അതിനകത്ത്. പക്ഷേ ഇറാഖിന്റെ കോച്ച് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി തന്നെ പറഞ്ഞു, ഞങ്ങളായിരിക്കും ഇതിനകത്ത് ഏറ്റവും വലിയ ഡാർക്ക് ഹോഴ്സ്, ഞങ്ങളെ കരുതിയിരുന്നു എന്ന് പറഞ്ഞു. അതിനെന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും ഇറാഖി ഫുട്ബോൾ ആൾക്കാരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് 2007 യുദ്ധം കഴിഞ്ഞിട്ട് 4 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാണ് അവർ ഏഷ്യൻ കപ്പ് പോയി ജയിക്കുന്നത്. യൂനിസ് മെഹ്മൂദ് എന്ന് പറഞ്ഞ ഏഷ്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു കളിക്കാരനായിരുന്നു. ഇപ്പൊ അതേപോലെ അയ്മൻ ഹുസൈൻ എന്ന് പറഞ്ഞൊരു കളിക്കാരൻ അവർക്കുണ്ട്. കുറെ പേര് പലതും അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവര് ക്വാളിഫൈ ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക് ക്വാളിഫൈങ് കിട്ടാതെ മെക്സിക്കോ വരെ പോയി ബൊളിവിയെ കളിക്കേണ്ടി വന്ന ടീമാണ്. അപ്പൊ അങ്ങനെ പല വഴിക്ക് കൂടിയാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു വാശിയോടുകൂടി കളിക്കും. പിന്നെ ഗ്രഹാം ആർണോൾഡ് പണ്ട് ഓസ്ട്രേലിയയുടെ കോച്ചായിരുന്നു, അപ്പൊ കുറെ അനുഭവമുള്ള മനുഷ്യനാണ്. പക്ഷെ ഞാൻ പൊതുവെ ആർണോൾഡിന്റെ ഫുട്ബോളിന്റെ ഒരു ഫാൻ അല്ല. വളരെ ഒരു ബേസിക് സ്റ്റൈലാണ് പൊതുവെ കളിക്കാറ്. പിന്നെ നോർവേ ആണെങ്കിൽ വളരെ ഡീപ്പായി പോവാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 32 ഒന്നുമല്ല, അതിലും അപ്പുറം പോവാൻ കഴിവുള്ള ഒരു ടീമാണ്. ഹാളിന്റെ മാത്രമല്ല, മിഡ്ഫീൽഡ് മാർട്ടിൻ ഓഡ്ഗാർഡ്, ഞാൻ നേരത്തെ ആന്റോണിയോ ന്യൂസയുടെ കാര്യം പറഞ്ഞു, ഒരു ബ്രേക്ക് ഔട്ട് പ്ലെയർ ആയിരിക്കും ഇത്തവണ. പിന്നെ കുറെ കളിക്കാരുണ്ട് അനുഭവമുള്ള. കോച്ച് മുമ്പ് ലോകകപ്പ് കളിച്ചതാണ് സോൾബാക്കൻ. അപ്പൊ എങ്ങനെ നോക്കിയാലും യൂറോപ്പിൽ നിന്ന് ഈ മെയിൻ ടീമുകൾ മാറ്റിക്കഴിഞ്ഞ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, ജർമ്മനി, അത് കഴിഞ്ഞിട്ട് ഏറ്റവും പേടിക്കേണ്ട ഒരു ടീം നോർവേ ആണ് ശരിക്കും. മറ്റൊരു കളി ഓസ്ട്രിയയും ജോർദാനും തമ്മിലാണ്. ഓസ്ട്രിയ ഗ്രൂപ്പിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ. അതെങ്ങനെയായിരിക്കും കളി?
അത് റാൽഫ് റാങ്നിക്കിന്റെ ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ പോലെയാണ്, ഒരു പ്രസ്സിംഗ് മെഷീനാണ്. അത് കാരണം അത് രണ്ട് വഴിക്ക് പോവാം. എല്ലാ ടീംസിനും ഓസ്ട്രിയ കളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ടീമായാലും അവർക്ക് എങ്ങനെ കളിക്കുന്നത് നമുക്ക് 90 മിനിറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടീമാണ്. അവരുടെ ശൈലി വളരെ ഹാർഡ് പ്രസ്സിങ്, ബോൾ റിക്കവർ ചെയ്യാൻ നോക്കുക. കോൺറാഡ് ലൈമർ അവരുടെ ബയൺ മ്യൂണിക് കളിക്കാരനാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ. പിന്നെ മാർസൽ സബിറ്റ്സർ കുറച്ചു കാലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ലോൺ പ്ലെയർ ആയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോട്ട്മണ്ടിലാണ്. ഇവര് രണ്ടുപേരും. പിന്നെ പക്ഷെ ചെറുപ്പക്കാരനൊരു പോൾ വാനർ എന്ന് പറഞ്ഞൊരു ക്രിയേറ്റീവ്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡർ ഉണ്ട്. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടേ ഇറങ്ങുള്ളൂ. പക്ഷെ അങ്ങനത്തെ 1-2 ഡിഫറൻസ് മേക്കേഴ്സ് ഉള്ള ഒരു ടീമാണ്. പക്ഷെ ഓസ്ട്രേലിയയുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് 90 മിനിറ്റും പരിശ്രമിക്കുന്ന ഒരു ടീമായിരിക്കും.